വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി കാർ വാങ്ങുന്ന ഇടത്തരക്കാരായ ആളുകൾ ആദ്യം പരിഗണിക്കുന്ന മോഡലാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഇതൊരു ഹാഷ് ബാക്ക് കാറാണ്. 2005 ഈ കാർ ആദ്യമായി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം മെയ്യിൽ മാരുതി സ്വിഫ്റ്റിന്റെ 4ാം തലമുറ പതിപ്പ് വിപണിയിൽ എത്തിച്ചു. 20 വർഷവും 4 തലമുറ മാറ്റവും കണ്ടിട്ടും ഈ കാറിന്റെ ഡിമാൻഡിന് ഒരു കുറവുമില്ല. ഇപ്പോഴും മാരുതി സുസുക്കി സ്വിഫ്റ്റ് എല്ലാ മാസവും മികച്ച വിൽപ്പന കണക്കുകൾ രേഖപ്പെടുത്തുന്നു. മാരുതി സ്വിഫ്റ്റിന്റെ 2025 മാർച്ച് മാസത്തെ വിൽപ്പന റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 2025 മാർച്ചിൽ മാരുതി വാഗണാറിനെ മറികടന്ന് മാരുതി സ്വിഫ്റ്റ് കോമ്പാക്ട് മിഡ് സൈസ് ഹാഷ് ബാക്ക് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി മാറി. 2025 മാർച്ചിൽ മാരുതി സുസുക്കി 17,746 സ്വിഫ്റ്റ് കാറുകൾ വിറ്റു. എന്നാൽ 2024 മാർച്ചിൽ ഈ സംഖ്യ 15,728 മാത്രമായിരുന്നു. ഇത് 13% വളർച്ചയാണ് ഉണ്ടാക്കിയത്. 2025 ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് 9% പ്രതിമാസ വളർച്ച നേടാനും സ്വിഫ്റ്റിനായി. 2025 ഫെബ്രുവരിയിൽ 16,269 യൂണിറ്റ് ആയിരുന്നു സ്വിഫ്റ്റിന്റെ വിൽപ്പന. ഇതോടെ 2025 മാർച്ചിൽ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാരുതി സുസുക്കി കാറായി മാരുതി സുസുക്കി സ്വിഫ്റ്റ് മാറി. വാഗണാർ 17,175 യൂണിറ്റും എർട്ടിക 16,804 യൂണിറ്റുമാണ് വിറ്റത്. ഇവ 2ഉം 3ഉം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ത്യക്കാർക്കിടയിൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ജനപ്രിയമാകാൻ ഒന്നിലേറെ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ അതിന്റെ വിലയും മൈലേജുമാണ്. മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ എൻട്രി ലെവൽ വേരിയന്റ് ഇന്ത്യൻ വിപണിയിൽ നിലവിൽ 6.49 ലക്ഷം രൂപ മാത്രമാണ് വില. അതേസമയം ഈ കാറിന്റെ ഉയർന്ന വേരിയന്റിന്റെ വില 9.50 ലക്ഷം രൂപയാണ് മുടക്കേണ്ടത്. ഇവ എക്സ് ഷോറൂം പ്രൈസ് ആണ്. തലമുറ മാറ്റം സംഭവിച്ചിട്ട് പോലും കാറിന്റെ വിലയിൽ കാര്യമായ മാറ്റം വരുത്താത്ത തന്ത്രമാണ് മാരുതി ഉപയോഗിക്കുന്നത്. പുതുമയാർന്ന സിംഗിൾ ടോൺ കളർ ഓപ്ഷനുകളും അതോടൊപ്പം ആകർഷകമായ ഡ്യുവൽ ടോൺ നിറങ്ങളാലും സ്വിഫ്റ്റ് വാങ്ങാം. സിസ്ലിംഗ് റെഡ്, ലസ്റ്റർ ബ്ലൂ, നോവൽ ഓറഞ്ച്, മാഗ്ന ഗ്രേ, സ്പ്ലെൻഡിഡ് സിൽവർ, പേൾ ആർട്ടിക് വൈറ്റ് എന്നിവയാണ് സ്വിഫ്റ്റിലെ കളർ ഓപ്ഷനുകൾ. പുതിയ ഇസഡ്ടോൾ ഇ 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് സ്വിഫ്റ്റിന്റെ ഹൃദയം. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിൻ 80 bhp പവർ, പരമാവധി 112 Nm ടോർക്ക് വികസിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. സിലിണ്ടർ ഒന്ന് കുറഞ്ഞെങ്കിലും കാറിന്റെ മൈലേജ് നന്നായി കൂടി. സ്വിഫ്റ്റ് പെട്രോൾ മാനുവൽ വേരിയന്റുകളുടെ മൈലേജ് ലിറ്ററിന് 24.80 കിലോമീറ്റർ ആണ്. അതേസമയം പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റുകളുടെ മൈലേജ് ലിറ്ററിന് 25.75 കിലോമീറ്റർ ആണ്. പെട്രോൾ വേരിയന്റ് പുറത്തിറക്കി ഏതാനും മാസങ്ങൾക്ക് ശേഷം മാരുതി സ്വിഫ്റ്റിന്റെ CNG വേരിയന്റും വിപണിയിൽ എത്തിച്ചിരുന്നു. സ്വിഫ്റ്റ് VXi CNGയുടെ വില 8.20 ലക്ഷം രൂപയാണ്. ഇതിന് കിലോഗ്രാമിന് 32.85 കിലോമീറ്റർ ആണ് ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുന്നത്. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുന്ന കാറുകളിൽ ഒന്നായി സ്വിഫ്റ്റ് CNG മാറി. മൈലേജ് മാത്രമല്ല, അപ്ഡേറ്റിന്റെ സമയത്ത് കാറിന്റെ സേഫ്റ്റിയും മാരുതി കൂട്ടിയിട്ടുണ്ട്. 45% ഹൈ ടെൻസൈൽ സ്റ്റീലും 20% അൾട്രാ ഹൈ ടെൻസൈൽ സ്റ്റീലും ഉപയോഗിച്ചാണ് സ്വിഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് മാരുതി സുസുക്കി പറയുന്നത്. 6 എയർ ബാഗുകൾ, 3-point സീറ്റ് ബെൽറ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, EBD, ABS, ഹിൽ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് കാർ വിപണിയിൽ എത്തിയിരിക്കുന്നത്. ബൂമറാങ് LED DRLുള്ള LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ, LED ടെയിൽ ലാമ്പുകൾ, 15 ഇഞ്ച് പ്രിസിഷൻ കട്ട് ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ, സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 4.2 MID ഉള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC, വയർലെസ് ചാർജർ തുടങ്ങിയ ഫീച്ചറുകൾ കാറിലുണ്ട്. കുറഞ്ഞ വിലയും മൈലേജും ഫീച്ചർ അപ്ഡേറ്റുകളും തന്നെയാണ് സ്വിഫ്റ്റിനെ ഇന്ത്യൻ വിപണിയിൽ ഇന്നും പ്രസക്തമായി നിലനിർത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.